ബിജെപിയെ പ്രതിരോധത്തിലാക്കിയ പാലക്കാട്ടെ വോട്ടിന് നോട്ട് ആരോപണം വോട്ടെടുപ്പ് ദിനത്തിലും സജീവ ചർച്ചയാവുകയാണ്. പുറത്തുവന്ന ദൃശ്യങ്ങൾ AI ദൃശ്യങ്ങളെന്നാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ന്യായീകരണം. ശോഭാ സുരേന്ദ്രനെ പ്രതിരോധിക്കാൻ BJP സംസ്ഥാന നേതൃത്വം രംഗത്ത് എത്തിയതും ശ്രദ്ധേയമാണ്. ജനം BJPക്ക് മറുപടി നൽകുമെന്ന് UDF, LDF സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. കണ്ണാടി തരുവക്കുറിശ്ശിയിലെ വോട്ടർക്ക് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പമെത്തിയയാൾ പണം നൽകിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ആരോപണത്തെ പ്രതിരോധിക്കാൻ പല വാദങ്ങളും ശോഭാ സുരേന്ദ്രനും ജില്ലയിലെ BJP നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നു. കഥ കെട്ടിച്ചമച്ച് പടർത്തുന്നുവെന്നും തന്നെ വേട്ടയാടാൻ മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നെന്നും ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ വേട്ടയാടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ തണലും പറ്റിക്കൊണ്ട് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുകയാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കേരളത്തിലാകമാനമുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലുള്ള മറുപടി മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ഇതുകൊണ്ടൊന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാം എന്ന് വിചാരിക്കേണ്ട. വിവാദങ്ങൾ ചർച്ച ചെയ്യാനില്ലെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇല്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഇതിൽ നിയമങ്ങളുണ്ട്. പോലീസ് പരിശോധിക്കട്ടെ, EC പരിശോധിക്കട്ടെ, നിയമങ്ങളുണ്ട്. അത് നിയമപരമായ നടപടി അവരെടുക്കട്ടെ. അറിയില്ല, ആ ഇഷ്യൂ ഒക്കെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ മതിയല്ലോ. BJPക്ക് ജനം മറുപടി പറയുമെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും LDF സ്ഥാനാർത്ഥി NMR റസാഖും പ്രതികരിച്ചു. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമല്ല. ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട് പോകും. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം എതിർ സ്ഥാനാർത്ഥിയെ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? അത് പാലക്കാട് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ? വിവാദത്തിൽ അന്വേഷണം തുടരുകയാണ്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണുന്ന BJP സൗത്ത് ഇന്ത്യൻ സെൽ ഭാരവാഹി സിമി സജീവിനെ പോലീസ് ചോദ്യം ചെയ്യും. ശനിയാഴ്ചയ്ക്കകം വരണാധികാരിയായ RDO ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.